ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഫിഷ് ബിരിയാണിന്റെ റെസിപ്പിയാ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയാ പിന്നെ എപ്പോഴും ഈ സെയിം റെസിപ്പിയാ പിന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോ നോക്കാം. കിങ് ഫിഷ് വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് വലിയ സൈസുള്ള ഒന്നല്ല, ചെറിയ സൈസുള്ള ബിരിയാണി കഴിക്കണമെന്ന് പെട്ടെന്ന് ക്രേവിങ്സ് വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതാ. അയക്കൂറ എന്നെല്ലാം പറയും. അയക്കൂറ മീനിന്റെ ചെറിയൊരു ഫിഷ് ബിരിയാണിയില്ല. അയക്കൂറ മീൻ വെച്ചിട്ട് മാത്രമല്ല, ആവോലി വെച്ചിട്ടും ചെമ്മീൻ വെച്ചിട്ടെല്ലാം ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് 800 ഗ്രാമുള്ള ഒരു സൈസുള്ള മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിപ്പോ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പൗഡേഴ്സ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരാണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേങ്കിലേ ചെറുനാരങ്ങ നീര് യൂസ് ചെയ്ത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്താലേ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു മീൻ ഫ്രൈ ആയാലും ചിക്കൻ ഫ്രൈ ആയാലും. ഇനിയിപ്പോൾ ഈ ഒരു മസാല കൂട്ടിലേക്ക് നമ്മൾ മീൻ ഓരോന്ന് അരട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ഫിഷിലേക്കെല്ലാം മസാല ഇറങ്ങിയിട്ട്. ഇനിയിപ്പോൾ ആദ്യം മീൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യം ആ ഒരു ഓയിലിൽ തന്നെ മസാല ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പൊ മീൻ പൊരിക്കാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഇങ്ങനെ ഫിഷ് വെച്ചിട്ടുള്ള നമ്മൾ റെസിപ്പീസ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്ന തന്നെയാ അടിപൊളിയായിരിക്കും. ഞാൻ ഈ ബിരിയാണി മൊത്തത്തിൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി അരി കുക്ക് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പശു നെയ്യും ഗീയും ചേർത്തിട്ടാണ് ഞാനിപ്പോൾ നെയ്ച്ചോറും അതുപോലെ തന്നെ മസാലയും പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഫ്രൈ ചെയ്തെടുക്കലാണ്, ഫുള്ളായിട്ട് കുക്ക് ചെയ്യണം. കാര്യം ഞാനിപ്പോൾ ദമ്മെല്ലാം ചെയ്ത് മേലിൽ വെച്ചു കൊടുക്കുക ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കുക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാം, ആവോലി മീൻ വെച്ചിട്ട് ചെയ്യാം, അതേപോലെ തന്നെ മുള്ള് കുറഞ്ഞ ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതാ ഞാൻ മൊത്തത്തിൽ മീൻ ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെയിം ഓയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിന് അത്യാവശ്യം ബാക്കിയുണ്ടെങ്കിലും ആ ഒരു ഓയിൽ തന്നെയാണ് ഞാനിപ്പോൾ സവാള വഴറ്റിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. സവാളിന്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. മീനിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് സവാള കൂട്ടിയും കുറച്ചുപോലെ എടുക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മൂടി വെക്കാം. ഇനിയിപ്പോൾ ഉള്ളി വാടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടിയും മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചിട്ട് വരാം. ഇഞ്ചി എടുക്കുമ്പോൾ അധികം വലിപ്പമുള്ള ഇഞ്ചിയൊന്നും എടുക്കണ്ട, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്താൽ മതി. ഒരു ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഉണ്ടല്ലോ, അധികം അങ്ങ് അരഞ്ഞു പോണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അതിനിടയിൽ നമ്മൾ മസാല ഒന്ന് ശ്രദ്ധിക്കണേ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വന്നിന്. ആ ഒരു ടൈമിൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 മീഡിയം സൈസുള്ള തക്കാളി എടുത്തിന്, 3 വലിയ ഉള്ളി എടുത്ത് 2 മീഡിയം സൈസുള്ള തക്കാളി. ഇതൊരു ടിപ്പാണ്, തക്കാളി കുറച്ച് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്നുകൂടി മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു 5 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ദാ ഈ ഒരു അവസ്ഥയിലും നല്ലോണം തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ വേണം നമ്മൾ പൗഡേഴ്സ് എല്ലാം ഇട്ട് കൊടുക്കാൻ. 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മളിപ്പോൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിന്, അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഈ പൗഡേഴ്സ് എല്ലാം ഒന്ന് ആ തക്കാളിയിലും ഉള്ളിയിലും ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കണം. പുതിനയില ഈ മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഫ്ലേവർ കൊടുക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് പുതിനയില ചേർത്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഓവർ മസാല ചേർത്ത് കൊളാക്കാത്ത നല്ല, കാരണം അതും ഇതും പൗഡേഴ്സ് എല്ലാം ഒരുപാട് വാരിയിട്ട് കഴിഞ്ഞാൽ ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് കുറച്ച് പൗഡേഴ്സ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് മീനിന്റെ ബാക്കി പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് ഇതിലേക്ക് ചേർക്കുന്നില്ല, അതുകൊണ്ട് ബാക്കി വരുന്ന പീസസ് എല്ലാം ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ആ ഒരു മസാല നല്ലോണം ഒന്ന് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചെടുത്താൽ മതി. അത് അവിടെ നിന്ന് കുക്ക് ആവട്ടെ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ 3 കപ്പ് ജീരകശാല റൈസ് ആയിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ ഞാൻ വെളിച്ചെണ്ണയും
ഗീയും RKGയും കൂടിയിട്ടാണ് യൂസ് ആക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണ് നെയ്യുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബിരിയാണിന്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യണം. അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനും ഈ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത് അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ആ ഒരു സെയിം ഓയിലോട്ട് തന്നെ ഗ്രാമ്പു, പിന്നെ സ്റ്റാർ, പട്ട, ഏലക്കായ, കുറച്ച് ജീരകം. ഞാൻ ഇതിൽ 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടില്ലേ, അത് ഈ നെയ്ച്ചോറിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ചെറിയൊരു പീസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്ന ഒന്നുമല്ല, നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്ന. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഉള്ളിന്റെ കളർ മാറും മുന്നേ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 3 കപ്പ് അരി എടുത്തുകൊണ്ട് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു റേഷ്യോ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് ഇതില് മുന്നിട്ട് അത് ഞാൻ എപ്പോഴും പറയുന്നില്ല. അതാകുമ്പോൾ അരി ഇട്ടിട്ട് വേവുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കും ആ ഒരു ഉപ്പ്. ഇനി കുറച്ച് കറി ലീവ്സ് കൂടിയോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നിന്. അരി കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകി അപ്പാടെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു അരമുറി ചെറുനാരങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ബിരിയാണി. ഇനിയിപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ചാൽ തന്നെ ഈ ഒരു പരുവത്തിൽ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അരി മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റേജിലെത്തും, ഒരു സെമി ഗ്രേവി സ്റ്റേജിലെത്തും. ആ ഒരു ടൈമിൽ നല്ല സിമ്മിൽ വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് അപ്പുറം മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ അങ്ങനെ അടച്ച് വെച്ച് മൂടി വെച്ച് ഒന്ന് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യേണ്ട പരിപാടിയാണ് മെയിൻ. ഈ കുക്ക് ചെയ്ത റൈസ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മസാലന്റെ മുകളിലായിട്ട് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 2 ലെയർ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ തലശ്ശേരി സ്റ്റൈലിൽ ബിരിയാണി വെക്കുന്ന സമയത്ത് അടിയിൽ മസാല, മുകളിൽ മുഴുവനായിട്ട് റൈസ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാൻ ചിലയിടത്തെല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. റൈസ് ഇട്ട് പിന്നെയും അതിന്റെ മുകളിൽ മസാല ഇട്ട് പിന്നെയും അതിന്റെ മുകളിൽ റൈസ് ഇട്ട് പിന്നെയും മസാല എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അടിയിലായിട്ട് മസാല, പിന്നെ അതിന് മുകളിലാണ് റൈസ്, പിന്നെ നമ്മൾ കളറും അതേപോലെ തന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ലീവ്സ് എല്ലാം ഇട്ടിട്ട് അങ്ങനെയാണ് ദം ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ആ ഒരു തലശ്ശേരി മെത്തേഡിൽ തന്നെ ചെയ്യുന്ന ഏറ്റവും അടിയിൽ മസാല, പിന്നെ അതിന്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിന്, പിന്നെ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കറി ലീവ്സും മല്ലിയിലയും പിന്നെ അതേപോലെ തന്നെ പുതിനയിലയും മിക്സ് ചെയ്തിട്ട് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുക. ഇത് തന്നെയാണ് ഇതിന്റെ പ്രോസസ്സ്. ഞാൻ ഈ ഒരു റെസിപ്പിക്ക് മുന്നേ തന്നെ ഞാൻ ചിക്കൻ ബിരിയാണിന്റെ റെസിപ്പി കൂടി ഇട്ടിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം. അതും ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ്, ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിപ്പോ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാല കൂടി ഞാൻ ഇതിന്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോ ഒരൊറ്റ ലെയർ മാത്രമേ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ലെയേഴ്സിലും ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും പിന്നെ ഫ്രൈഡ് ഓണിയനും നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്യുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് വേണം നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാൻ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷില് അത് ഓരോന്നായിട്ട് ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ സെൻട്രലായിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ ആകുമ്പോഴേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനൊന്നും പൊട്ടിപ്പോവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാൻ മീൻ ബിരിയാണി കഴിച്ചെടുത്ത് നല്ല കണ്ടിനി ഇങ്ങനെ മീനെല്ലാം പൊട്ടിപ്പോയിട്ട് പല ഭാഗങ്ങളായിട്ടാണ് മീൻ മസാല കിട്ടുക. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മീനിന്റെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. മീൻ പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റ് ലോ സിമ്മിൽ വെച്ചിട്ട്
ഞാൻ ഇതൊന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സെർവ് ചെയ്യലാണ്. ഇനി ഇപ്പോൾ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യൂല. ഇതിന്റെ മുകളിലുള്ള ഒരു റൈസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇത് സെർവ് ചെയ്യുന്ന സമയത്തും മസാല വേറെ റൈസ് വേറെ എന്നുള്ള രീതിയിൽ തന്നെയാണ് സെർവ് ചെയ്യുകയും ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ നല്ല ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നല്ല ഫിഷ് ബിരിയാണി, നല്ല പെർഫെക്റ്റ് ഫിഷ് ബിരിയാണിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുപോലും വിട്ടു പോവാണ്ട് എന്നെ ചെയ്തെടുക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സിമ്പിൾ ആയിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സെല്ലായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക് യു. ബൈ. അസ്സലാമു അലൈക്കും.